പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസ് പ്രവർത്തക നൽകിയ നിവേദനം പരസ്യമായി കീറിക്കളഞ്ഞെന്ന വാർത്തയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മനോഭാവത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പൊതുപ്രവർത്തന ശൈലിയും ജനാധിപത്യ മര്യാദകളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ സംഭവത്തെ സോഷ്യൽ മീഡിയയും ദേശാഭിമാനി പത്രവും വിലയിരുത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വാക്ചാതുര്യം കൊണ്ടും ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ശൈലി കൊണ്ടും ശ്രദ്ധേയനായ നേതാവാണ് വി.ഡി. സതീശൻ. എന്നാൽ സ്വന്തം പാർട്ടിക്കാരോടും സാധാരണക്കാരോടുമുള്ള അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെയുള്ളതാണെന്ന് ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. 2025 ഡിസംബറിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഒരു സംഭവം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അർഹിക്കുന്നു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സംഗമത്തിലാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിൽ നേതാക്കളെ ആവേശത്തോടെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു അവിടുത്തെ പ്രവർത്തകർ. വേദിയിലിരുന്ന പ്രതിപക്ഷ നേതാവിനെ ഷാൾ അണിയിച്ച് സ്വീകരിക്കാൻ ഒരു വനിതാ പ്രവർത്തക എത്തുന്നു. ഷാൾ അണിയിച്ചതിന് പിന്നാലെ അവർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നിവേദനം സതീശന് കൈമാറി. ആദ്യം ചിരിച്ചുകൊണ്ട് അത് വാങ്ങിയ സതീശൻ ആ പ്രവർത്തക വേദിയിൽ നിന്ന് മാറിയ ഉടൻ തന്നെ ആ നിവേദനം തുറന്നുപോലും നോക്കാതെ കഷണങ്ങളായി കീറിക്കളയുകയായിരുന്നു. കസേരയിൽ ഇരുന്നു കൊണ്ട് വളരെ അശ്രദ്ധമായി അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തി ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് സംഗതി വിവാദമായത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ നടക്കുന്നത്. പ്രധാനമായും 3 രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. വെയിലും മഴയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരോട് ഒരു ഉന്നത നേതാവ് കാണിക്കേണ്ട കുറഞ്ഞ മര്യാദ പോലും സതീശൻ കാണിച്ചില്ല എന്നതാണ് പ്രധാന ആരോപണം. ആ നിവേദനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാനുള്ള മാന്യത പോലും അദ്ദേഹം കാണിച്ചില്ല എന്നത് പ്രവർത്തകർക്കിടയിൽ നീരസമുണ്ടാക്കിയിട്ടുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന സതീശൻ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ചിന്തിക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സതീശൻ തന്റെ കയ്യിലിരുന്ന നിവേദനം കീറുമ്പോൾ ആ വിരലുകൾ താഴേക്കാണെന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ഉയരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർ നൽകുന്ന പരാതികളുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവായ ചോദ്യം. സതീശൻ നടത്തുന്ന എല്ലാ പൊതുപരിപാടികളിലും വാങ്ങുന്ന നിവേദനങ്ങൾ ഇത്തരത്തിൽ ചവിട്ടുകുട്ടയിലേക്കാണോ പോകുന്നതെന്ന സംശയവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. LDF കേന്ദ്രങ്ങൾ ഈ വീഡിയോ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ സതീശന്റെ ഈ ധാർഷ്ട്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അവരുടെ ശ്രമം. ഭരണപക്ഷത്തിന്റെ അഴിമതിക്കും വീഴ്ചയ്ക്കുമെതിരെ സതീശൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളുടെ വിശ്വസ്തതയെ തന്നെ തകർക്കാൻ ഈ ദൃശ്യം മതിയെന്നാണ് CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അത് പരിഹരിക്കാനും ബാധ്യസ്ഥനായ ഒരാൾ പരസ്യമായി പരാതി കീറിക്കളയുന്നത് ജനാധിപത്യത്തിന് അപമാനമാണെന്ന് ഇടതു നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. പരസ്യമായി പ്രതികരിക്കുന്നില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം പ്രവർത്തകർക്ക് ഈ സംഭവത്തിൽ കടുത്ത അമർഷമുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായ കോൺഗ്രസിൽ സതീശന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾക്കും ആയുധമായിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ട സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റു പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ ശ്രമിക്കുമ്പോൾ മുതിർന്ന നേതാക്കളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുവെന്ന് അവർ കരുതുന്നു. വിവാദം കൊഴുക്കുമ്പോഴും ആ നിവേദനത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് ഇപ്പോഴും നിഗൂഢമാണ്. ഒരുപക്ഷെ സംഘടനാപരമായ പരാതികളോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങളോ ആകാം അതിലുണ്ടായിരുന്നത്. എന്തായിരുന്നാലും അത് കീറിക്കളയുന്നത് ഒരു ശരിയായ രാഷ്ട്രീയ ശൈലിയല്ല. ഒരു പരാതി കിട്ടിയാൽ അത് സഹായിക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ രീതി. ഇവിടെ സതീശൻ കാണിച്ച ധൃതിയും അസഹിഷ്ണുതയുമാണ് അദ്ദേഹത്തിന് വിനയായത്. ആധുനിക രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതാണ്. ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നു എന്ന ബോധം നേതാക്കൾക്കുണ്ടാകണം. ലോകപ്രശസ്ത നേതാക്കളെല്ലാം തന്നെ പൊതുവേദികളിൽ അതീവ ജാഗ്രതയോടെയാണ് പെരുമാറുന്നത്. എന്നാൽ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പോലും പലപ്പോഴും ക്യാമറ കണ്ണുകളെ വിസ്മരിക്കുന്നു. സതീശന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതാണ്. താൻ ചെയ്യുന്ന കാര്യം ആരെങ്കിലും കാണുന്നുണ്ടാകുമോ എന്ന ബോധമില്ലായ്മ അദ്ദേഹത്തിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറി. വി.ഡി. സതീശന്റെ നിവേദനം കീറിക്കളഞ്ഞ സംഭവം വെറും ഒരു നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല. ഇത് അധികാരത്തിന്റെ ഹുങ്കാണോ അതോ അശ്രദ്ധയാണോ എന്ന ചോദ്യം ജനമനസ്സുകളിൽ അവശേഷിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകുകയും ആ പ്രവർത്തകയോട് ക്ഷമാപണം നടത്തുകയും ചെയ്താൽ മാത്രമേ ഈ വിവാദത്തിന് അറുതി ഉണ്ടാകൂ എന്നാണ് ഒരുപക്ഷം ആളുകൾ പറയുന്നത്. അല്ലാത്ത പക്ഷം നിവേദനം കീറിക്കളയുന്ന നേതാവ് എന്ന പരിഹാസം അദ്ദേഹത്തിന് ഏറെക്കാലം ചുമക്കേണ്ടി വരുമെന്നും അവർ വാദിക്കുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിവാദം UDFന് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ബാധ്യസ്ഥനായ പ്രതിപക്ഷ നേതാവ് നിവേദനം കീറിക്കളഞ്ഞത് വോട്ടർമാർക്കിടയിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കും. ജനകീയ നേതാവ് എന്ന പരിവേഷത്തിന് ഇത് വലിയ തിരിച്ചടിയാണ്.